ഹലോ, എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചക്കക്കുരുവും മാങ്ങായിട്ടൊരു കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചക്കക്കുരു, ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഒരു മാങ്ങയുടെ കാൽ ഭാഗം കഷ്ണമാക്കി, ഇതുപോലെ കഷ്ണമാക്കിയത് എടുത്തത് നമുക്കൊരു ചട്ടിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ചക്കക്കുരുവും ഉരുളക്കിഴങ്ങും കൂടെ അരിഞ്ഞതും ഒരു 3/4 ടീസ്പൂണ് നല്ല മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കണം. പകുതി വെന്ത് കഴിയുമ്പം അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങായും കൂടെ ഇട്ട് കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേവിക്കണം. അതും കൂടെ നന്നായിട്ടെന്ന് വെച്ചാൽ മാങ്ങ നന്നായിട്ട് ഉടഞ്ഞ് വരണേ. എന്നിട്ട് നമുക്ക് ഇനി അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണേ, തരി ആയിട്ടല്ല, പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ അരച്ചെടുക്കണം. എന്നിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങായും ഉരുളക്കിഴങ്ങും ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ച അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. ദോശയുടെ കൂടെ വളരെ ടേസ്റ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എപ്പോഴും ചമ്മന്തി കഴിച്ച് മതിയായവർക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ദോശയുടെ കൂടെയൊക്കെ, ഇഡ്ഡലിയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇപ്പം അരപ്പൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ചാൽ മതി, ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട. അരപ്പൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ച് ഇനി നമുക്ക് താളിക്കാം. അതിന് വേണ്ടി ഞാൻ കടായി വെച്ച് അതിനകത്ത് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പം ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടു. കടുകൊന്ന് പൊട്ടി തുടങ്ങാറാകുമ്പം ഒരു നുള്ള് ഉലുവയും കൂടി ഇട്ടിട്ട് ഉലുവയുടെ കളറൊന്ന് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും കടുകും പൊട്ടി കഴിയും. അപ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില എടുത്ത് വെച്ച കറിവേപ്പിലയും കൂടെ ചേർക്കണം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ഈ സമയത്ത് ചേർക്കണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണേൽ ചേർക്കാൻ. ഒരു നുള്ള് മതി, ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ചക്കക്കുരു മാങ്ങായിട്ട് കറി ഉണ്ടാക്കിയില്ല അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഇനി ദോശയുടെ കൂടെ ചൂടോടെ സെർവ് ചെയ്യാം. നല്ല അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണേ, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.